അപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികളെ, ആ കുറ്റകൃത്യത്തിൽ ഇടപെട്ട 1 മുതൽ 6 വരെ ഉള്ള പ്രതികളെ, പൾസർ സുനി മുതൽ 6 പ്രതികളെ വിചാരണ കോടതി 20 വർഷം കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അതോടുകൂടി സാധാരണഗതിയിൽ അത്തരമൊരു കേസിനെ സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങളും വിശകലനങ്ങളും ഒക്കെ കെട്ടടങ്ങേണ്ടതാണ്. പക്ഷെ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളൊന്നും ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല, വിശകലനങ്ങളും കെട്ടടങ്ങിയിട്ടില്ല. 1711 പേജുകളുള്ള വിധിയാണ് കോടതി പ്രസ്താവിച്ചിരിക്കുന്നത്. കുറ്റക്കാർക്ക് ശിക്ഷ വിധിച്ചു. 7-ാം പ്രതി മുതൽ 8-ാം പ്രതിയായ ദിലീപ് ഉൾപ്പെടെയുള്ള 4 പേരെ വെറുതെ വിട്ടു. 4 പേരെയാണെന്നാണ് എൻ്റെ ഓർമ്മ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ആ എണ്ണത്തിൽ ദിലീപ് ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ടു. ഇനി ഈ വെറുതെ വിട്ടവരിൽ മറ്റെല്ലാവരെയും സമൂഹം മറന്നു. അവരുടെ പേര് പോലും പലർക്കും അറിയില്ല. 7-ാം പ്രതിയുടെ പേരറിയില്ല, 9-ാം പ്രതിയുടെ പേരറിയില്ല. പെട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കോ എനിക്കോ അത് കിട്ടണമെന്നില്ല. പക്ഷേ 8-ാം പ്രതിയായ ദിലീപ്, പൾസർ സുനിയുടെ പേര് പോലും ശരിക്കുള്ള പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കോ നിങ്ങൾക്കോ അറിയണമെന്നില്ല. പക്ഷേ 8-ാം പ്രതിയായ ഈ കേസിൽ ഗൂഢാലോചന നടത്തി എന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ച് ആ കുറ്റം തെളിയിക്കപ്പെടാതെ സംശയാതീതമായി, സംശയത്തിൻ്റെ ആനുകൂല്യം നൽകിയല്ല, വിധി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, സംശയാതീതമായി കോടതി വെറുതെ വിട്ട ദിലീപ് എന്ന വ്യക്തിയെക്കുറിച്ച് ചോദിച്ചാൽ, ദിലീപ്, അവൻ്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നുള്ള രീതിയിൽ പറയാം. ഒരു തമാശയായിട്ട് ഞാൻ പറഞ്ഞതാണ്, പക്ഷെ പലരും പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ കേസിനെ കുറിച്ചുള്ള വിവാദങ്ങളും വിശകലനങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഇന്നത്തെ ദിവസം നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരവസരത്തിൽ എന്താണ് ഈ കേസിൽ നടന്നത്, അതിൻ്റെ വാദപ്രതിവാദങ്ങൾ എങ്ങനെയായിരുന്നു, വിധിന്യായം എന്താണ്, ദിലീപിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്നുള്ളതിൻ്റെ വിധി പ്രസ്താവത്തിലുള്ള കാര്യങ്ങളല്ല ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1711 പേജുള്ള ആ വിധി പ്രസ്താവം വളരെ വിശദമായി തന്നെ ഭാഗം തിരിച്ച് അതിൻ്റെ വിശകലനങ്ങളും വിശദാംശങ്ങളും പല സാമൂഹ്യ മാധ്യമ പ്രവർത്തകരും, സാമൂഹ്യ മാധ്യമ പ്രവർത്തകർ എന്ന് തന്നെയാണ് അവരെ വിളിക്കേണ്ടത്, കാരണം മാധ്യമ പ്രവർത്തകർ തന്നെയാണ് അവർ നിങ്ങളുമായിട്ട് പങ്കുവയ്ച്ചുകൊണ്ടിരിക്കുകയാണ്, തുടർന്നും പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു വിശകലനം, വിശദീകരണം നമ്മുടെ ഭാഗത്തു നിന്ന്, തത്വമയി ന്യൂസിൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളനുസരിച്ച് അതും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. 1711 പേജുള്ള ആ വിധി തരം തിരിച്ച് തന്നെ നമുക്ക് വിശകലനം ചെയ്യാം വരും ദിവസങ്ങളിൽ ആവശ്യമായി വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ഈ വിവാദങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. രസകരം എന്നതിനെ പറയാൻ സാധിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം രസകരമല്ലത്. ഇതൊരു ഗൂഢാലോചന യഥാർത്ഥത്തിൽ ഇപ്പോഴാണോ നടക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ നടന്നൊരു ഗൂഢാലോചന കോടതിയിൽ തെളിയിക്കപ്പെടാതെ, അല്ലെങ്കിൽ കോടതിയുടെ വിധിന്യായങ്ങൾ പ്രസ്താവിക്കുവാനുള്ള ഒരു പരിധിക്കുള്ളിൽ വരാത്ത ഒരു ഗൂഢാലോചനയുടെ തുടർച്ച ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് കോടതിയുടെ എന്താ പറയുക, അധികാര പരിധിയിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് നടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ, ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആരൊക്കെയാണ് കുറ്റക്കാർ, ആരൊക്കെ കുറ്റക്കാരല്ല, എന്ത് ശിക്ഷ, എത്ര വർഷത്തെ ശിക്ഷ ഇവർക്ക് വിധിക്കണം കുറ്റക്കാരായി കണ്ടെത്തിയപ്പോൾ ഇവർക്ക്. ഇത്രയും ആയിരുന്നു കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന, വിചാരണ കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ, ചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കാര്യമായിട്ട് തന്നെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കോടതിയുടെ അധികാര പരിധിക്ക് പുറത്ത് നടന്ന ഗൂഢാലോചന എന്ന് സംശയിക്കാവുന്ന കാര്യമെന്ന് ഞാൻ പറഞ്ഞത്, അത് തീർച്ചയായിട്ടും ദിലീപിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഗൂഢാലോചനയെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ കോടതി, വിചാരണ കോടതിയുടെ വിധികൾ, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭരണഘടന അനുസരിച്ചുള്ള നിയമവ്യവസ്ഥ, ഇതിലെല്ലാം പരിപൂർണമായിട്ട് വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്കെതിരെ, അല്ലെങ്കിൽ ഈ നടിക്കെതിരെ ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നതിനാൽ അതിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അക്കാര്യത്തിൽ എൻ്റെ പിന്തുണ അവൾക്കൊപ്പമാണ്. കാരണം കോടതി 6 പേരെ ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടിക്കെതിരെ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായി പറയുകയും ആ കുറ്റകൃത്യത്തിൽ
ഇടപെട്ട അല്ലെങ്കിൽ ആ കുറ്റകൃത്യം ചെയ്ത 6 പേർക്ക് 20 വർഷത്തെ കഠിന തടവ് വിധിച്ചിട്ടുണ്ട് കോടതി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും എന്നിൽ നിലനിൽക്കുന്നില്ല. ഇനി അതുകൊണ്ട് തന്നെ 7 മുതലുള്ള പ്രതികൾ, 8ാം പ്രതിയായ ദിലീപ് ഉൾപ്പെടെ ഉള്ളവർ നിരപരാധികളാണ് എന്ന് വിധിച്ച കോടതിയും എനിക്ക് വിശ്വാസമാണ്. ഇനി പുറത്ത് അങ്ങനെയല്ല, കോടതിയെ ദിലീപ് വിലക്കെടുത്തതാണ് എന്ന് പറയുന്നവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയും അത് ഈ ചോദ്യങ്ങൾ വഴി നിങ്ങളുമായി പങ്കുവയ്ക്കുകയും എന്നുള്ളതാണ് ഈ ഒരു വിശകലനത്തിൻ്റെ അല്ലെങ്കിൽ വിശദീകരണത്തിൻ്റെ ഉദ്ദേശം. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ അടുത്ത് ഏറ്റവും വിവാദമായിട്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദിലീപ് ഉൾപ്പെട്ട എന്ന് ഇപ്പോഴും പലരും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന, ദിലീപ് ഗൂഢാലോചന നടത്തി തന്നെയാണ് ഇത് ചെയ്യിപ്പിച്ചത്, വിചാരണ കോടതിയെ വിലക്കെടുത്താണ് ദിലീപ് കുറ്റവിമുക്തനായത് എന്ന് പലരും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ശ്രമിക്കുന്ന ഈ കേസിൽ സമീപകാലത്ത് ദിവസങ്ങളിൽ 1-2 ദിവസങ്ങളായിട്ട് ഏറ്റവും ആളിക്കത്തി പടർന്നു പിടിക്കുന്നൊരു വിവാദം ഈ കേസിലെ ശിക്ഷിക്കപ്പെട്ട 2ാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ആൻ്റണിയുടെ ഒരു വീഡിയോയാണ്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വിചാരണ നടക്കുന്ന സമയത്ത് തടവിൽ കഴിയുന്ന വേളയിൽ ജാമ്യാപേക്ഷ നൽകിയ മാർട്ടിൻ ആൻ്റണിക്ക് സുപ്രീം കോടതി ജാമ്യം നൽകുകയും അതിനുശേഷം അയാൾ റെക്കോർഡ് ചെയ്തു എന്ന് വിശ്വസിക്കാവുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ വമ്പൻ പ്രചാരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കത്തിപ്പടരുന്നത്. പല പ്രമുഖ മാധ്യമങ്ങളും അത് കാണിക്കാൻ വിസമ്മതിക്കുന്നുണ്ട്. അതിനവർ പറയുന്ന കാരണം അതിജീവിതയുടെ പേര്, അതായത് ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ പേര് പല തവണ ആ വീഡിയോയിൽ മാർട്ടിൻ ആൻ്റണി എടുത്തു പറയുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുന്നൊരവസ്ഥയിൽ അതിജീവിതയുടെ പേരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിവരങ്ങളോ ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് വെളിപ്പെടുത്തുവാൻ യാതൊരു തരത്തിലും പാടുള്ളതല്ല. അവരുടെ സ്വകാര്യത മാനിച്ചേ പറ്റൂ. അങ്ങനെയുള്ളത് കൊണ്ട് ആ മാധ്യമങ്ങൾ ഒന്നും അത് പ്രചരിപ്പിക്കുന്നില്ല. പക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലപ്പോഴും അത് ഈ പരിധി അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഈ വിലക്ക് ലംഘിക്കപ്പെടാറുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ ചില സമയങ്ങളിൽ ഈ വിലക്ക് ലംഘിക്കപ്പെടുന്നത് ഒരു അനുഗ്രഹമാകുമോ എന്ന് ചോദിച്ചാൽ ആയേക്കാം. ഇപ്പോഴും അതിലൊരു വിധി പ്രസ്താവിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ ഈ മാർട്ടിൻ ആൻ്റണിയുടെ വീഡിയോ പ്രചരിക്കുമ്പോൾ തന്നെ അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, അതിജീവിതയുടെ പേര് പുറത്ത് പറയാനുള്ള താല്പര്യമില്ലായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ നിയമവ്യവസ്ഥയ്ക്ക് വഴിപ്പെട്ടാണ് പ്രമുഖ മാധ്യമങ്ങൾ ഈ വീഡിയോ, മാർട്ടിൻ ആൻ്റണിയുടെ വീഡിയോ പ്രചരിപ്പിക്കാതിരിക്കുന്നതിന് പറയുന്ന കാരണം ഇതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനൊരു ഉപോത്ഫലകമായിട്ട് മറ്റൊരു കാര്യം കൂടി പറയാം. ഈ വീഡിയോ വ്യാപകമായിട്ട് പ്രചരിച്ചു തുടങ്ങിയപ്പോൾ അതിജീവിതയായ നടി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കാണുകയും പരാതി നൽകുകയും ചെയ്തു. അപ്പോൾ അതേ തുടർന്ന് മാർട്ടിൻ ആൻ്റണിക്കെതിരെ വരെ കേസെടുത്തിട്ടുണ്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തതിന്. ഇത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും കേസെടുക്കും എന്ന് പറയപ്പെടുന്നു. ഇതെല്ലാം പ്രമുഖ മാധ്യമങ്ങൾ, അതായത് മാർട്ടിൻ ആൻ്റണിയുടെ വീഡിയോ അതിജീവിതയുടെ പേര് അതിൽ പലതവണ പറയുന്നുണ്ട് എന്നുള്ള കാരണം പറഞ്ഞ് പ്രസിദ്ധീകരിക്കാനോ അല്ലെങ്കിൽ പുറം ലോകത്തെ കാണിക്കുവാനോ വിസമ്മതിച്ച പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ അതിജീവിത മുഖ്യമന്ത്രിയെ ഇക്കാര്യം പറഞ്ഞ് പരാതി നൽകി പോലീസ് നടപടിയെടുക്കുമെന്നുള്ള വാർത്തകളെല്ലാം പ്രസിദ്ധീകരിച്ച് അതിജീവിത കൃത്യമായിട്ടും മുഖ്യമന്ത്രിയെ കണ്ടിട്ട് പുറത്തിറങ്ങി വരുന്ന ഫോട്ടോ നല്ല 4K ക്ലാരിറ്റിയിൽ എടുത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. പ്രമുഖ മാധ്യമങ്ങൾ ഒരുവിധപ്പെട്ട എല്ലാവരും അത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ചിലർ മാത്രം ആ മുഖമൊന്ന് മങ്ങിപ്പിക്കാനുള്ള സന്മനസ് കാണിച്ചു. അപ്പോൾ ഇതിലെ ഒരു വൈരുദ്ധ്യം കൂടുതൽ വിശദമാക്കാതെ തന്നെ നിങ്ങൾക്ക് ബോധ്യമാകുമല്ലോ. ഇനി ഈ പരാതി നൽകി, ശരി, അത് അതിജീവിതയുടെ പൂർണ്ണമായിട്ടുള്ള അധികാരം തന്നെയാണ്. കാരണം അവരുടെ സ്വകാര്യത സംരക്ഷിക്കണം. അവരുടെ പേര് പലതവണ ഈ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ നിന്ന് ആ പേര് നീക്കം ചെയ്യിപ്പിച്ചതിന് ശേഷം ആ വീഡിയോ പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ ആ വീഡിയോ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യണമെന്നോ ആവശ്യപ്പെടാനുള്ള അധികാരം അതിജീവിതയ്ക്ക് ഭാരതത്തിൻ്റെ ഭരണഘടന നൽകുന്നുണ്ട്. സത്യം. പക്ഷേ മാർട്ടിൻ ആൻ്റണി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മുൻപ് അന്വേഷണം നടന്നിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എൻ്റെ അറിവനുസരിച്ച് അങ്കമാലി സെഷൻസ് കോർട്ടിൽ മൊഴിയായി മാർട്ടിൻ ആൻ്റണി നൽകിയിരുന്നു. അത് എഴുതി തയ്യാറാക്കിയ ആ മൊഴി, അല്ലെങ്കിൽ എഴുതപ്പെട്ട ആ മൊഴി ഒരു സീൽഡ് കവറിൽ സെഷൻസ് കോടതിയിൽ, വിചാരണ കോടതിയിലേക്ക് സെഷൻസ് കോടതിയിൽ നിന്ന്
പോകും എന്നുള്ള ഒരു ഉറപ്പാണ് മാർട്ടിൻ ആൻ്റണിക്ക് കിട്ടിയത് എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ ഈ വിചാരണയുടെ യാതൊരു ഒരു ഘട്ടത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തോ സന്ദർഭത്തിലോ ഇത്തരമൊരു മൊഴി വിചാരണ കോടതിക്ക് മുമ്പിൽ വന്നിട്ടില്ല. ഇനി മാർട്ടിൻ ആൻ്റണിയുടെ ജാമ്യാപേക്ഷ മുഴുവനായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. വായിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാം. പക്ഷേ വായിച്ചിട്ടുള്ളവരുമായിട്ട് അറിവുള്ളവരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, വിചാരണ തടവ് വേളയിൽ ജാമ്യാപേക്ഷ നൽകിയ മാർട്ടിൻ ആൻ്റണി ഹൈക്കോടതി, സുപ്രീം കോടതി ഈ രണ്ടിടങ്ങളിലും, സുപ്രീം കോടതിയിൽ നിന്നാണല്ലോ ഒടുവിൽ ഇയാൾക്ക് ജാമ്യം ലഭിക്കുന്നത്, ഈ രണ്ട് കോടതികളിലും നൽകിയ ജാമ്യാപേക്ഷകളിൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇത് കൂടുതൽ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ ഈ മാർട്ടിൻ ആൻ്റണിയുടെ വീഡിയോയെക്കുറിച്ച് മാത്രം നമുക്കൊരു അധ്യായം ചെയ്യാം. അതിൽ നിങ്ങളുമായിട്ട് അതിനെ സംബന്ധിച്ച വിവരങ്ങൾ കൂടുതൽ വിശദമായി പങ്കുവയ്ക്കാം. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. ഇനി ഈ മാർട്ടിൻ ആൻ്റണിയുടെ വെളിപ്പെടുത്തലുകളിൽ, അല്ലെങ്കിൽ മാർട്ടിൻ ആൻ്റണി പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്, കള്ളമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, അതങ്ങനെയാണ് എന്ന് തെളിയിക്കാനുള്ള യാതൊരു അന്വേഷണമോ അന്വേഷണത്തിൻ്റെ പരിസമാപ്തിയിൽ ഉണ്ടാകുന്നൊരു ഫലമോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനോ കോടതിക്ക് മുമ്പിൽ, വിചാരണ കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടില്ല. ഇത്തരമൊരു സംഭവം നടന്നതായിട്ടേ അവർ ഭാവിക്കുന്നില്ല. അങ്കമാലി സെഷൻസ് കോടതിയിൽ മാർട്ടിൻ ആൻ്റണി നൽകി എന്ന് പറയപ്പെടുന്ന മൊഴി വിചാരണ കോടതിയുടെ മുമ്പിൽ എത്തിയിട്ടില്ല. സംശയാസ്പദമായ സാഹചര്യങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞു, നിയമവ്യവസ്ഥയിലും നീതിന്യായ വ്യവസ്ഥയിലും ഭാരതത്തിൽ ജീവിക്കുന്നൊരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമാണ്. പക്ഷേ ഈ നിയമവ്യവസ്ഥ, നീതിന്യായ വ്യവസ്ഥ, ഇതിലൊക്കെ പഴുതുകളുണ്ടോ എന്ന് ചോദിച്ചാൽ പഴുതുകളുണ്ട്. ആ പഴുതുകൾ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമം കൈകാര്യം ചെയ്യുന്ന നിയമപാലകർ, വക്കീലന്മാർ തുടങ്ങിയ പലരും ഉണ്ടാകാം. ഇനി പണത്തിൻ്റെ സ്വാധീനത്തിൽ, പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ബലത്തിൽ ദിലീപ് ഇതിൽ നിന്ന് ഊരിപ്പോയെന്ന് പറയുന്നു. ഇതേ വാദം തന്നെ മറുഭാഗത്തേക്കും വെച്ചുകൂടെ? കാരണം അവരും സാധാരണക്കാരല്ല. ഈ നടിയും അല്ലെങ്കിൽ ദിലീപിനെതിരെ രംഗത്തിറങ്ങിയിട്ടുള്ള സമൂഹത്തിലെ പ്രമുഖരും ആരും സമ്പത്തോ സ്വാധീനമോ ഈ രണ്ട് കാര്യത്തിലും എന്തെങ്കിലും കുറവുള്ളവരല്ല. ഏറ്റക്കുറച്ചിലുകളുണ്ടാവും, പക്ഷേ ഒരു സംഘടിതമായിട്ടുള്ളൊരു ശക്തിയായിട്ട് ഇവർ നിൽക്കുകയാണെങ്കിൽ, ഈ നടി അല്ലെങ്കിൽ നടിയെ പിന്തുണയ്ക്കുന്നവർ, അവൾക്കൊപ്പമെന്ന് പറയുന്നവർ, ഇവരിലെല്ലാവരും ഒരു 10% മനസ്സോടെ നടിയോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഈ സമ്പത്തിനും സ്വാധീനത്തിനും മറുഭാഗത്തിനും കുറവില്ല. ഇതേ സ്വാധീനം, ഈ പഴുതുകൾ കണ്ടുപിടിക്കാൻ എന്നുള്ളത് ദിലീപിനും ആരോപിച്ചൂടെ ഇവർക്കെതിരെ? അങ്ങനെയാണ് ഈ വിശദീകരണവും വിശകലനങ്ങളും വാദപ്രതിവാദങ്ങളും നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പം ഇതിൻ്റെ ഇടയിലേക്ക് കടന്നു വരുന്നു. ഈ കുഴപ്പം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും പറയുന്നത് കേട്ടു, ഈ അതിജീവിതയോട് ഉള്ളൊരു സഹതാപമാണ് ദിലീപിനെതിരെ തിരിയാൻ പലരെയും പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും മനുഷ്യൻ്റെ മനസ്സൊരു മർക്കടമാണ്. ഒരു അധമമായ സംഭവം, നീചമായ സംഭവം, അതായത് ഈ നടി ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന 2 മണിക്കൂർ നേരം ആ കാറിനുള്ളിൽ ആ പെൺകുട്ടി അനുഭവിച്ച ദുരവസ്ഥ എന്ന് പറയുന്നൊരു സംഭവം നടന്നു എന്ന് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നടന്നു എന്ന് കോടതി പറയുന്നത് വരെ പോലും, കോടതി പറഞ്ഞതിന് ശേഷം ഞാനും അത് വിശ്വസിക്കുന്നുണ്ട്, കോടതി പറയുന്നത് വരെ അത് ഞാൻ വിശ്വസിച്ചിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായിട്ട് ഉപബോധ മനസ്സിലുള്ള എൻ്റെ ഒരു മനസ്സിലെ സാധാരണ മലയാളിക്ക് ആ ഒരു ഇക്കിളിപ്പെടുത്തുന്നൊരു വസ്തുതയായിരുന്നു അത്. സത്യമാണ്, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഞെട്ടൽ തോന്നാം. ഇക്കിളിപ്പെടുത്തുന്നൊരു വസ്തുവായിട്ട് അത് നടന്നു എന്ന് വിശ്വസിക്കാനായിരുന്നു എനിക്കിഷ്ടം. കോടതി പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. അതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നടന്നു എന്ന് വിശ്വസിക്കാനായിരുന്നു എൻ്റെ ഇക്കിളി ഇഷ്ടപ്പെടുന്ന മനസ്സിനിഷ്ടം. അതുതന്നെയാണ് സാധാരണക്കാരുടെ മനസ്സിൻ്റെ പാകം. അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളോട് നുണയാണ് പറയുന്നത്. എൻ്റെ ഇക്കിളി മനസ്സിനെ അടക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ കോടതി വിധി വരട്ടെ എന്നുള്ളൊരവസ്ഥയിലേക്ക് എൻ്റെ മനസ്സിനെ തിരിക്കാൻ എനിക്ക് സാധിക്കും. അത് ഞാൻ യോഗിയായതുകൊണ്ടല്ല, അതെൻ്റെ അനുഭവ സമ്പത്ത് കൊണ്ടും എൻ്റെ വിവരം കൊണ്ടുമാണ്. ഇങ്ങനെ വിവരമുള്ളവർ ഒരുപാടുണ്ട്. പക്ഷേ വിവരമില്ലാത്തവർ, ഈ വിവരമില്ലായ്മ ഒരു തെറ്റല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് സാധാരണക്കാരൻ്റെ മനസ്സ് പ്രവർത്തിക്കുന്നത്.
ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ നാട്ടിൽ മലയാളം സീരിയലുകൾ ഇത്രയും പ്രചാരം നേടിയതിൻ്റെ ഒരു കാരണം അതിൻ്റെ അകത്തും ഇത്തരത്തിലുള്ള എന്താ പറയുക അമ്മായിയമ്മമാരെയൊക്കെ പല പല സീരിയലുകളും കണ്ടാൽ അറിയാം. വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകളെല്ലാം അടുക്കളയിൽ നിൽക്കുമ്പോഴും ഒരു ഫംഗ്ഷന് പോകുമ്പോഴും അവർ ഇട്ടിരിക്കുന്ന സാരിയും ധരിച്ചിരിക്കുന്ന നെക്ലസുകളും കമ്മലുകളും ഒന്നും നമ്മുടെ നാട്ടിലെ മധ്യവർഗത്തിൽപ്പെട്ട സ്ത്രീകൾ അവരുടെ ജന്മത്ത് കണ്ടിട്ടുണ്ടാവില്ല. അവരുടെ ജീവിത കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും കടയിൽ പോലും അത്തരത്തിലുള്ള ആഭരണങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേഷഭൂഷാദികൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത് പക്ഷേ ഒരു ഇക്കിളിയാണ്. ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇത് കൊള്ളാമല്ലോ, നമ്മുടെ വീട്ടിലും ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു ഇക്കിളി ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ ഇക്കിളിയുടെ ഒരു വലിയ ദോഷമില്ലാത്ത ഒരു വിഭാഗമാണ്, ഒരു വിഭാഗീയതയാണ്. അപ്പോൾ ഈ ഒരു ഇക്കിളി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യൻ്റെ മനസ്സിലുമുണ്ട്. ആ ഇക്കിളിയെ നമ്മൾ എങ്ങനെ പിടിച്ചു കെട്ടുന്നു, അല്ലെങ്കിൽ അമർത്തുന്നു, അല്ലെങ്കിൽ ആ മനസ്സിനെ ആ ഇക്കിളിയിൽ നിന്ന് എങ്ങനെ ശ്രദ്ധ തിരിപ്പിച്ച് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ പ്രതികരണങ്ങൾ ഓരോ വിഷയത്തിനും. അപ്പോൾ ഈ വിഷയത്തിൽ നടിയോടുള്ളൊരു സഹതാപം, എന്താ പറയുക, ഈ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് കൂട്ടിച്ചേർക്കാം. ഈ സാമൂഹ്യ മാധ്യമങ്ങൾ എന്നൊരു വസ്തുത, സത്യം നമ്മുടെ മുമ്പിൽ ഇല്ലായിരുന്നെങ്കിൽ, സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രയോജനം ഞാൻ പറഞ്ഞു. സാമൂഹ്യ മാധ്യമ പ്രവർത്തകരായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ ഒഴിവാക്കുന്നത് പലതും സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ളൊരു നന്മ സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടി നമുക്കുണ്ടായിട്ടുണ്ട്, നമ്മുടെ സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. ഇനി മറിച്ചൊരു ചെറിയ തിന്മ എന്ന് പറയുന്നത്, തിന്മയല്ല, ഒരു എന്താ പറയുക, രസകരമെന്ന് പറയാനൊക്കില്ല, ഒരു മറ്റൊരു വശം. തിന്മ എന്ന് ഞാൻ പറയുന്നില്ല, നന്മ ഇപ്പുറത്തുണ്ട്, തിന്മ എന്ന് ഞാൻ പറയുന്നില്ല. ഇതിന് ഇടയ്ക്കുള്ള, രണ്ടിനും ഇടയ്ക്കുള്ള ഒരു ഗ്രേ ഏരിയ ആയിട്ട് നമുക്കതിനെ കൂട്ടാം. അത് സത്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വരുന്നത്, നിങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവൾക്കൊപ്പം എന്നുള്ള ഹാഷ്ടാഗിന് ഒരു ലൈക്ക് പോലും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം അവൾക്കൊപ്പം എന്നുള്ള ഹാഷ്ടാഗ് ഇടില്ല. ദിലീപേട്ടൻ ഫയർ എന്ന് പറയുന്ന ഹാഷ്ടാഗിനും ഇത് തന്നെ അവസ്ഥ. ഇത് രണ്ടും നിങ്ങൾക്ക് ഒരു ലൈക്ക് പോലും കിട്ടിയില്ല, അല്ലെങ്കിൽ കലക്കി മച്ച, കലക്കി, നിങ്ങളാണ് ധീര തുടങ്ങിയ പ്രതികരണങ്ങൾ ആളുകളിൽ നിന്നുണ്ടായില്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ ഇതുമായിട്ട് ഇറങ്ങില്ല. ഇതാണ് വസ്തുത. അങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിലാണ് ഈ ക്ലിപ്പെടുത്തലുകൾ ഒക്കെയുള്ള ആളുകൾ ഇത് വിശ്വസിച്ച് ദിലീപിനെതിരെ ആഞ്ഞടിക്കുന്നു. പിന്നെ അടിസ്ഥാനപരമായിട്ട് മലയാളിക്ക്, എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടത്, മലയാളിക്കുള്ളൊരു ചെറിയ പണമുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിലയിൽ നിൽക്കുന്ന പ്രത്യേക ആളുകളോടൊരു ചെറിയ അസൂയയുണ്ട്. അത്തരത്തിലുള്ളൊരു അസൂയയും ഈ ദിലീപിനെതിരെ പ്രവർത്തിക്കുന്ന സാധാരണക്കാർക്ക്, ഒരു കൃത്യമായ ലക്ഷ്യത്തോടെ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്, അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നു. ഇതിൽ പെട്ടുപോകുന്ന സാധാരണക്കാർ, തിരിച്ച് മറുപക്ഷത്തും ഉണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ആൾക്കാർ. ഇപ്പോൾ പറയുന്നത് ദിലീപിനെതിരെയുള്ളൊരു ഗൂഢാലോചനയെക്കുറിച്ച് ആയതുകൊണ്ട് മാത്രമാണ് ദിലീപിനെതിരെയുള്ളൊരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നത്. മറുവിഭാഗത്തെക്കുറിച്ച് നമുക്ക് വലിയ താമസമില്ലാതെ ചർച്ചകളിലാവാം, നിങ്ങളുടെ പ്രതികരണങ്ങൾ അനുസരിച്ച്. എന്തായാലും പ്രതികരണങ്ങൾ വരേണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഈ വിവാദങ്ങളെല്ലാം നിൽക്കുന്നത്. കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഈ ഒരു വിവാദങ്ങളിലേക്കും വാദപ്രതിവാദങ്ങളിലേക്കും പുതിയ ചില സമരഭടന്മാർ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. യുദ്ധഭൂമിയിലെ പുതിയ സമരഭടന്മാർ എന്ന് പറയുന്ന പോലെ പുതിയ ചില സമരഭടന്മാർ ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ഇവർ നേരത്തെ ഉള്ളവരാണ്. പക്ഷേ നേരത്തെ ഈ ദിലീപിനെതിരെയുള്ള വിവാദങ്ങളിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പലരും ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ഒന്നെങ്കിൽ മരണപ്പെട്ടു പോയ സംവിധായകനായിട്ടുള്ള ബാലചന്ദ്രകുമാർ, അല്ലെങ്കിൽ സംവിധായകനായ ബൈജു കൊട്ടാരക്കര എന്നല്ല, അത് ബൈജു കൊട്ടാരക്കര, ഇവരെയൊക്കെയായിരുന്നു. ഇപ്പോൾ മറ്റൊരാളെ ഇവരുപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടല്ല, മറിച്ച് അയാൾക്ക് തൽക്കാലം ഒരു പബ്ലിസിറ്റി എന്നിലൂടെ കൊടുക്കണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ്. ഈ സമരഭടൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ദിലീപേട്ടൻ ഫാനായിരുന്നു, പക്ഷേ ഇപ്പോൾ ദിലീപ് പേട്ടനാണ് എന്നുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുക. എന്നിട്ട് ബഹുമാനപ്പെട്ട ന്യായാധിപയായ ഹണി എം വർഗീസ് അവരെ അപമാനിക്കുക. ന്യായാധിപയെ അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിൻ്റെ വിചാരണ കോടതി
പണം കൊടുത്ത് സ്വാധീനിച്ചതാണ്. അതായത് കോടതി വ്യക്തമായിട്ട് 1711 പേജുള്ള വിധിന്യായത്തിൽ വ്യക്തമായിട്ട് കാര്യകാരണ സഹിതം തള്ളിക്കളഞ്ഞ പല കാരണങ്ങളുടെ മേലും ഒരു സംശയത്തിൻ്റെ പുകമറ സൃഷ്ടിക്കാനായിട്ട് മെമ്മറി കാർഡിൻ്റെ ഹാഷ്ടാഗ് മാറിയെങ്കിൽ എന്തുകൊണ്ട് ഇന്നയാളെ അന്വേഷിച്ചില്ല, എന്തുകൊണ്ട് അവർ പറഞ്ഞത് കേട്ടില്ല? അങ്ങനെയാണെങ്കിൽ തിരിച്ചു ചോദിക്കാം, മാർട്ടിൻ ആൻ്റണിയുടെ വീഡിയോ എന്തുകൊണ്ട് അന്വേഷിക്കണ്ട എന്ന് നിങ്ങൾ പറയുന്നു? ഇപ്പോൾ മാർട്ടിൻ ആൻ്റണിയുടെ പേരിൽ കേസെടുത്ത് വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്നുള്ള രീതിയിൽ കേരള പോലീസ് ആ വീഡിയോയെക്കുറിച്ച്, വീഡിയോയുടെ ഉറവിടത്തെക്കുറിച്ചും ഒക്കെ അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ അതിജീവിതയുടെ പിന്നാലെ പോയാൽ ഇനി ദിലീപിനെ കത്തിച്ചു കളയും, കേരളം മുഴുവൻ ഇളകി മറിയുന്നൊരു ജനകീയ പ്രക്ഷോഭത്തിൻ്റെ മുമ്പിൽ ഞാനുണ്ടാവുമെന്നൊക്കെയാണ് ഈ പുതിയ സമരഭടൻ വിളിച്ചു പറയുന്നത്. അപ്പോൾ ഈ സമരഭടനെ പ്രോത്സാഹിപ്പിക്കാനും സമരഭടന ആവശ്യത്തിൽ കൂടുതൽ പ്രചാരണം നൽകാനും മുന്നിൽ നിൽക്കുന്നത് ഒരു സാമൂഹ്യ മാധ്യമ പ്രമുഖനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുറമേയുള്ള ന്യായം എന്ന് പറയുന്നത്, ഞാൻ ദിലീപിന് അനുകൂലമല്ല, പക്ഷേ നീതിന്യായ വ്യവസ്ഥയിൽ, ഭാരതത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ട് ദിലീപിനെ കുറ്റവിമുക്തനായ വിധി ഞാൻ അംഗീകരിക്കുന്നു. എന്നാലും ഈ യുദ്ധഭൂമിയിലെ സമരഭടൻ പറയുന്നത് ദിലീപ് കൊള്ളരുതാത്തവനാണ്, പേട്ടനാണ്. ഈ പോസ്റ്റ് മുഴുവൻ നീളത്തിൽ വായിക്കുക, ഈ സമരഭടന് ആവശ്യത്തിൽ കൂടുതൽ പ്രചാരണം നൽകുക. ഇതാണ് ഈ സാമൂഹ്യ മാധ്യമ പ്രമുഖൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇതിവിടെ കൊണ്ട് തീരില്ല. കാരണം സുപ്രീം കോടതിയിലെത്തി, സുപ്രീം കോടതി ഈ കേസ് മുഴുവനായിട്ട് തള്ളി, സംശയത്തിൻ്റെ ആനുകൂല്യത്തിലെന്നല്ല, വിചാരണ കോടതി പറഞ്ഞതുപോലെ തന്നെ സംശയാതീതമായി ദിലീപ് കുറ്റകൃത്യത്തിൽ ഇടപെട്ടിട്ടില്ല, ദിലീപ് കുറ്റവാളിയല്ല എന്ന് വിധിച്ചാൽ പോലും സുപ്രീം കോടതിയും ദിലീപ് വിലയ്ക്ക് വാങ്ങിയെന്നേ ഇവരൊക്കെ പറയുള്ളൂ. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറയുന്ന പല ന്യായങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓരോന്നായിട്ട് എടുത്ത് കാണുകയോ വായിക്കുകയോ ചെയ്തിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള പിന്നാമ്പുറങ്ങളിലേക്ക് നിങ്ങൾ പോകൂ. ഓരോ കാരണത്തിൻ്റെയും ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓരോ വാദങ്ങളുടെയും പിന്നാമ്പുറങ്ങളിലേക്ക് നമുക്ക് പോകാം വരും ദിവസങ്ങളിൽ. വിചാരണ കോടതി ഓപ്പൺ കോടതിയിൽ വേണമെന്ന് നടിയും ദിലീപും പറഞ്ഞു, എനിക്കത് അംഗീകരിച്ചിട്ടില്ല. അതിജീവിതയ്ക്ക് ഇപ്പോൾ ഈ ഭാരതത്തിലെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ല എന്ന് അതിജീവിത ഒരു പോസ്റ്റിലൂടെ വിധിന്യായം പുറത്തു വന്ന ദിവസം അസന്നിഗ്ധമായി വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നെന്തിനാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ സുപ്രീം കോടതി വരെ ഉണ്ടല്ലോ എന്ന് അതിജീവിതയുടെ പിന്നിൽ നിൽക്കുന്ന പല ശക്തികളും, അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ള മട്ടിൽ സംസാരിക്കുന്ന പലരും പറയുന്നത്? എനിക്കറിയില്ല, നിങ്ങൾ അന്വേഷിക്കൂ. ഈ ഓരോ വാദങ്ങളും വിചാരണ കോടതി പൊളിച്ചതാണ് ഇവരുടെ. എന്നാലും ഇതിൻ്റെ മേളിലൊരു സംശയത്തിൻ്റെ പുകമുറ ഇപ്പോഴും സൃഷ്ടിച്ച് ദിലീപ് എന്നുള്ളൊരു വ്യക്തിയെ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ കരിയർ, സിനിമാ ജീവിതം, സ്വത്ത്, സുഖം ഇതെല്ലാം ഇല്ലാതാക്കാനുള്ളൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ പുറത്ത് എന്നുള്ളൊരു സംശയം ജനിപ്പിക്കുന്ന പല കാര്യങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ബബ്ബബ്ബ ആരും കാണരുത് എന്നുള്ള വ്യാപകമായ പ്രചരണം, അതും സ്ത്രീകളെ ഉപയോഗിച്ചുള്ളൊരു പ്രചരണം നടക്കുന്നത് പോലും ഈ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. ഇത്രയുമാണ് ഈ കാര്യത്തിൽ നിങ്ങളുമായിട്ട് തൽക്കാലം പങ്കുവയ്ക്കാനുള്ളത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ആവശ്യമായി വന്നാൽ 1711 പേജുകളുള്ള വിധിന്യായം തന്നെ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യം വന്നാൽ അപ്പോൾ വരും ദിവസങ്ങളിൽ കാണാം.